Good evening, everyone. Class is on record, so the link will be uploaded tomorrow. Okay, and in the last day we studied about how are the tenses in English, and also how can we make sentence in English. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്ത് പഠിച്ചത്. ഫസ്റ്റ് വൺ, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ടെൻസുകൾ എത്ര എണ്ണുണ്ട്, അവയുടെ പേര് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ടെൻസുകളെ പേരുകൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് നൗ അവിടെ നമുക്ക് നമ്മൾ പഠിച്ചത്, നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അതല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ നമ്മളെടുത്ത് എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മളതിന് റീപ്ലൈ പറയുന്നു. So communication is between two persons and asking questions and replying to that questions. ഇതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ. ഒരാളുടെ മനസ്സിലുള്ള ആശയം മറ്റൊരാളിലേക്ക് വെളിവാക്കപ്പെടുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ പറയാനുള്ള കഴിവാണ്. ഉത്തരങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് പറയും, നെഗറ്റീവായിട്ടും പറയും. നമ്മൾ ആദ്യം പഠിച്ചു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ പഠിച്ചത് എന്തായിരുന്നു? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്. ഇനി തേർഡ് ആയിട്ട് പഠിച്ചത് എന്താ പറയുക, ചോദ്യങ്ങളിൽപ്പെട്ട ആദ്യ കാറ്റഗറിയാണ്. സോ ക്വസ്റ്റ്യൻസ് ആർ ഡിവൈഡ് ഇൻ ടു ടു. വൺ ഈസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് അനദർ വൺ ഈസ് WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, അഥവാ നമ്മൾ മെയിൻ ചോദ്യങ്ങൾ എന്ന് പറയും. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ WH ക്വസ്റ്റ്യനും, ഇതാണ് ആ ഒരു ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ രണ്ട് കാറ്റഗറി ഉണ്ട്. അഥവാ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. നമ്മൾ 4 തരം വാക്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത രണ്ട് കാറ്റഗറിയും കൂടി പഠിക്കുന്നതോട് കൂടിയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഫിഫ്ത്ത് വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WH ക്വസ്റ്റ്യൻ്റെ ആദ്യ വണ്ണാണ്. അപ്പോൾ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ WH ക്വസ്റ്റ്യന് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ WH ക്വസ്റ്റ്യൻ്റെ ആദ്യ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് വരും, ആൻഡ് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ സിക്സ്ത്ത് ആൻഡ് ലാസ്റ്റ് ആയിട്ട് വരും. എല്ലാവരും ഈ ഒരു 6 വാക്യങ്ങളെ പേര് നിങ്ങൾക്ക് മറ്റു പലപ്പോഴും ഓർക്കാനും കഴിയുന്ന രൂപത്തിൽ, വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ അതൊരുപാട് ഗുണം ചെയ്യും. ഓക്കെ, ഇത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പല ആളുകളും പല രീതികളും ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 10,000-കണക്കിന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത് പഠിപ്പിക്കുന്ന സാറന്മാരുണ്ട്. പക്ഷെ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് റിസൾട്ട് ഓറിയൻറ്റേഷൻ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു കോഴ്സിന് പോയിട്ട് ജോയിൻ ചെയ്യുന്നു, ചെയ്ത ശേഷം 1, 2, 3 മാസം കൊണ്ട് അവർ പറയുന്ന പോലെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിച്ചിറങ്ങിപ്പോരുന്നവർ വളരെ ചുരുക്കമാണ്. അഥവാ കൈവിരലിൽ എണ്ണാൻ കഴിയുന്ന അത്രയോ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥാപനങ്ങളും അതുപോലെ ട്രെയിനേഴ്സും ഒക്കെ നന്നായിട്ട് ആത്മാർത്ഥത്തോടു കൂടി തന്നെ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ഫോളോ ചെയ്യുന്ന രീതിയിൽ പരാജയപ്പെടുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും തയ്യാറാക്കിയ ഒരു ലിംഗഫോൺ ടെക്നോളജി. കാരണം ഈ വിദേശ ഭാഷകൾ പഠിക്കാൻ വേണ്ടി, ഇംഗ്ലീഷ്, സ്പാനിഷ്, ജർമ്മൻ തുടങ്ങിയ വിദേശ ഭാഷകൾ പഠിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കിയ 100-കണക്കിന് സ്കീമുകളിൽപ്പെട്ട ഒരു സ്കീമാണ് ലിംഗഫോൺ ടെക്നോളജി. കൃത്യമായി പറഞ്ഞാൽ ഞാൻ PG പഠിക്കുന്ന സമയത്ത് 2001 ആ ഒരു വർഷത്തിൽ ഞാൻ MA ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, അത് എൻ്റെ അമ്മാവൻ അതിൻ്റെ ഒരു പാക്കേജ് വാങ്ങിയിട്ടുണ്ട്. ഭയങ്കര റേറ്റ് ആയിരുന്നു, കാരണം UK നിന്ന് വരുന്ന പാക്കേജാണ്.
അപ്പോൾ അവർ യൂറോയിലാണ് അവർ എമൗണ്ട് വരിക. അപ്പം നമ്മൾ ഈ യൂറോ എന്ന് പറയുമ്പോൾ നമ്മളെ കറൻസിക്ക് മാറ്റുമ്പോൾ അത് ആയിരങ്ങളായിട്ട് മാറും. അറിയാലോ, ഒരു യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ 84 or 86 റുപ്പീസിട്ട് വരുന്നുണ്ട്. സോ 14,000 ആയിരുന്നു അന്നതിന് ആ പാക്കേജിന് ക്യാഷ് പറഞ്ഞത്. അതന്നെ ലിമിറ്റഡായിട്ട് ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് അവർ തന്നെ ഒന്നായിട്ട് വൈഡായിട്ട് കൊടുക്കുന്നില്ല. ഞാൻ എന്തായാലും ഈ ഒരു പാക്കേജ് അന്ന് എൻ്റെ സുഹൃത്തിൻ്റെ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ഒരു 1-2 മാസം ഞാൻ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് നന്നായിട്ടത് വർക്കൗട്ട് ചെയ്തു. കാരണം അന്ന് തന്നെ ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക, സംസാരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു. ഓക്കെ, അതിൽ ഈ ഹൗ ടു മേക്ക് സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആദ്യം ആരംഭിക്കേണ്ടത് അതാണ്, ഹൗ ടു മേക്ക് സെൻറ്റൻസ്. ഈ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ വാക്യങ്ങൾ രചിക്കാം, നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറഞ്ഞ് ഫലിപ്പിക്കാം. അതിനുവേണ്ടി ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ കൂടി ചേർന്ന ഓക്സ്ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ലിംഗഫോൺ ടെക്നോളജിയിൽ പറഞ്ഞിരിക്കുന്ന ആദ്യ സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞ സംഭവമാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻഡ് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവ് ഞാനല്ല, ഞാനൊരു മീഡിയേറ്റർ മാത്രമാണ് കേട്ടോ. ഇത് അവിടുന്ന് കൊടുത്തതാണ്. ഇംഗ്ലീഷിൻ്റെ തറവാട് എവിടെയാണോ അവിടെ നിന്നാണ് ഈ സംഭവം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 100% വിജയകരമായ എഫക്റ്റീവായിട്ടുള്ളൊരു പാഠ്യ പദ്ധതിയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ പഠിക്കുന്ന ആളുകൾ അല്ലേ, ഇപ്പം നിങ്ങളെ മുമ്പിൽ ഫുഡോ കൊടുന്ന് വെച്ച് നിങ്ങൾ കഴിക്കുന്നില്ല, വയറ് നിറയോ ഇല്ല. കഴിക്കുക എന്നുള്ള പ്രോസസ്സ് ആ ഒരു പ്രാക്ടിക്കൽ അവിടെ സംഭവിച്ചാൽ മാത്രമേ വയറ് നിറയുള്ളൂ, വിശപ്പ് മാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് നിങ്ങളെ മുമ്പിൽ കൊടുന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ഇത് കേട്ട് ദഹിപ്പിച്ച് ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സംഭവം കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണി കൂടും. കാരണം ഈ ലിംഗഫോൺ ടെക്നോളജിയിൽ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗവേഷണ രീതിയിൽ ഒരു ട്രെയിനിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഗവേഷണമൊക്കെ വരുന്നുണ്ട്. ആരും ബേജാറാവൊന്നും വേണ്ട. ഒരു പേപ്പർ സ്ലിപ്പുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് എന്നിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ എപ്പോഴും ലെക്ചർ നോട്ട് എഴുതണം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കും, സാർ ഈ സംസാരം പഠിക്കുന്ന ക്ലാസ്സിൽ എന്തിനാ എഴുത്ത്? നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ യുക്തിയുണ്ട്, ഇത് റീസണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷെ അതിന് മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളത് വേറൊന്നാണ്. നിങ്ങളെല്ലാവരും ഇതുവരെ പഠിച്ചു വളർന്ന രീതി ഏതാ? എഴുത്തും വായനയും ആണോ? എങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലൂടെ സ്പോക്കൺ പഠിയില്ല. മനസ്സിലായല്ലോ? എഴുത്തും വായനയും തന്നെ വേണം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ പഠിച്ചു വന്ന രീതി അതാണ്. ആ രീതിയിലൂടെ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ രീതികൾ കുറേ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് എഫക്റ്റീവ് ആവൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ പല കോഴ്സുകളും പഠിച്ചു വന്ന രീതി എന്ന് പറയുന്നത് നോട്ട്സൊക്കെ എഴുതി വെക്കും, പിന്നെ അത് വായിക്കും, പിന്നെ അതിന് എക്സാം ഉണ്ടാവും, അതിനെ പ്രാക്ടിക്കലി ചെയ്യും അല്ലേ? അങ്ങനെയൊക്കെയാണ് വളർന്നു വരുന്നത്. സോ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ ആ ഒരു സംഭവം നമുക്കും ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 6 വാക്യങ്ങൾ എല്ലാവരെയും മനസ്സിൽ വേണം. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. ഈ 6 വാക്യങ്ങളും നിങ്ങൾ എത്ര നന്നായിട്ട് പഠിക്കുന്നുവോ അത്രയും നന്നായി സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കും. കേവലം ഒരു സംസാരം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇംഗ്ലീഷിൻ്റെ എല്ലാ മർമ്മങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല നിങ്ങളെല്ലാം ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സിന് ഈ സ്പോക്കൺ കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അവർക്ക് അതിൻ്റെ ഉള്ളിലെ എസൻസുകളൊക്കെ അറിയണം. എന്നാലേ അവർക്ക് അവരുടെ പ്രൊഫഷനിൽ മികച്ചവരായിട്ട് മാറാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് കഴിഞ്ഞൊരു 10-25 കൊല്ലമായിട്ടുള്ള ടീച്ചിങ് അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതും കൂടി അനുസരിച്ചാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ടെൻസിൻ്റെ പേരുകൾ ഇവിടെ ഒന്നും കൂടി ഓർമ്മയിൽ വേണം എന്നുകൂടി പറയുകയാണ്. പ്രസൻറ്റ് ടെൻസ് 4 വരുന്നുണ്ട്. പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്,
present perfect and present perfect continuous. Then past simple, past continuous, past perfect and past perfect continuous. Then future simple, future continuous, future perfect and future perfect continuous. Okay. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ 12 ടെൻസുകളും ടെൻസ് അല്ലേ ഗ്രാമർ അല്ലേ എന്ന് പറഞ്ഞ് ദയവ് വിചാരിച്ച് തള്ളിക്കളയരുത് കേട്ടോ. കാരണം ഇംഗ്ലീഷ് ഗ്രാമർ എന്ന കാര്യം ഒഴിവാക്കേണ്ട ഒരു സംഗതിയല്ല. അത് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. ഈ പിന്നെ ബ്രോക്കൺ ലാംഗ്വേജ് വിൽ കില്ലസ് എന്ന് പറയുന്ന പോലെ, അതായത് മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാത്ത ആളുകളാണ് നിങ്ങൾ ഗ്രാമർ വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. പക്ഷെ ഗ്രാമർ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ ഒരു വിദേശ ഭാഷയാണത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാമർ ഉൾക്കൊള്ളേണ്ടത്. നിങ്ങൾക്ക് ഇനി ഒരു പ്രൊഫഷണൽ വിസക്ക് വേണ്ടി നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും, അതേപോലെ ജർമ്മനി ഒഴികെ, അതല്ലെങ്കിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള ചില പാൻ ജർമ്മൻ രാജ്യങ്ങൾ ഒഴികെയുള്ള രാജ്യങ്ങളിലേക്ക് മുഴുവൻ നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ പരീക്ഷയായ IELTS വേണം. വിസ സീല് ചെയ്യാൻ, സ്റ്റാമ്പ് ചെയ്യാൻ അറിയാലോ. അത് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. UAEക്ക് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് IELTS ഒന്നും പാസ്സായിട്ടില്ലല്ലോ സാറേ പോയത്. അവിടെ നമ്മൾ 2 തരം വിസകളുണ്ട്. ഒന്നാമത്തെ വിസയാണ് എംപ്ലോയ്മെൻറ്റ് വിസ. നമ്മൾ സാധാരണ ലോക്കലായിട്ടുള്ള ലേബറുകൾ, ലോക്കൽ ജോലികൾ ചെയ്യുന്ന വിസക്കാണ് എംപ്ലോയ്മെൻറ്റ് വിസ എന്ന് പറയാം. അതിന് IELTS വേണ്ട. പക്ഷേ പ്രൊഫഷണൽ വിസ എന്ന് പറയുന്ന 2ാമത്തെ കാറ്റഗറി ഉണ്ട്. അത് സ്റ്റാമ്പ് ചെയ്യപ്പെടണമെങ്കിൽ IELTS വേണം. ഇപ്പോൾ നേഴ്സായിട്ട് പോവുകയാണെങ്കിലും, ഡോക്ടറായിട്ട് പോവുകയാണെങ്കിലും, ടീച്ചറായിട്ട് പോവുകയാണെങ്കിലും ഒക്കെ IELTS വേണം എന്നുള്ളത് നിങ്ങൾ ഇതിനോടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലേക്കും. അതാണ് ഞാൻ പറഞ്ഞ പ്രൊഫഷണൽ വിസ. ഈ വ്യത്യാസം എന്താ വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് വിസ എന്ന് പറയുമ്പോൾ സാലറി പറ്റ കുറഞ്ഞിരിക്കും. അത് അൺസ്കിൽഡ് ജോബാണ്. ഈ അൺസ്കിൽഡ് ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അതേസമയം സ്കിൽഡ് ജോബുകളുണ്ട്. സ്കിൽഡ് ജോബിന് എംപ്ലോയ്മെൻറ്റ് വിസ അല്ല കൊടുക്കുക, അതിന് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ വിസയാണ് കൊടുക്കുക. ഇനി ഇത് ഞാൻ അവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന നമ്മുടെ ട്രെയിനീസിൽ ഒരു 50% മുകളിൽ ട്രെയിനീസിൻ്റെ ഭർത്താക്കന്മാരോ ബന്ധുക്കളോ ആയിട്ട് ഗൾഫിലുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ കൂടി അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഭാവിയിൽ ഞാൻ അത്തരം സ്കൂളുകളിലേക്ക് മാത്രമല്ല, നമ്മൾ ക്ലാസ് കേൾക്കുന്ന കുട്ടികളിൽ തന്നെ ഒരു 30% പേര് ഇപ്പോൾ ക്ലാസ് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്നത് UAE, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് വരെ ആരോ ക്ലാസ് കേൾക്കുന്നുണ്ട്. അടുത്തിടെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഓസ്ട്രേലിയ ഇപ്പോൾ സമയം എത്രയെന്ന് അറിയില്ല. ഇപ്പോൾ ഓസ്ട്രേലിയൻ സമയം ഒരു പക്ഷേ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ രാത്രി 10-11 മണിയായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് സമയം അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. റിയലി ഇത് ഞാൻ തള്ളില്ല കേട്ടോ. ഓക്കെ, രാജ്യങ്ങളിലും പോകുന്ന ആളുകൾ, ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അവർ ഇന്ത്യയിലെ കോഴ്സുകൾക്ക് അവർ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യത്തിലേക്ക് വരാം. നമുക്കിപ്പോൾ 6 വാക്യങ്ങൾ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിലൊരു വാക്യം ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കാതും കണ്ണും എനിക്ക് നിങ്ങൾ ദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനും പേടിക്കണ്ട. ഞാൻ പറഞ്ഞത് മാത്രമേ കേൾക്കാവൂ, ഞാൻ പറയുന്നത് മാത്രമേ കാണാവൂ. എന്നെ മാത്രമല്ല കേട്ടോ. എനിക്ക് ഇവിടുന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. ഫോണിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ വരും കഴിഞ്ഞാൽ ഓൾറെഡി ഫോണ് ഹാങ് ആണ്. എൻ്റെ ഫോൺ ആകെ ക്ലാസ് കലമ്പാവും. തൽക്കാലം ഷെയർ ചെയ്യാൻ കഴിയാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ എന്ന ടെൻസിൽ ഞാൻ ഒരു വാക്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മദറിനോട് പോയിട്ട് പറയുകയാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഐ ലൈക്ക് യു. ഉമ്മ, അമ്മേ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ പറയുകയാണ് ഐ ലൈക്ക് യു, ഐ ലൈക്ക് യു, ഐ ലൈക്ക് യു. യെസ്, ഈ വാക്യം നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയോടാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളെ മദറിനോട് ഐ ലൈക്ക് യു. അത് മനസ്തട്ടിയുള്ള ഒരു സംസാരമാണ്. അതേസമയം ചില ആളുകളോട് നമ്മൾ പറയും നെഗറ്റീവായിട്ട് ഐ ഡോണ്ട് ലൈക്ക് യു, ഐ ഡോണ്ട് ലൈക്ക് യു.
അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യം പഠിയാണ്. ഒന്ന്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഐ എന്ന വേർഡ് ആദ്യം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണോ അത് യൂസ് ചെയ്യണം. പിന്നെ ലൈക്ക് പോലെയുള്ള വേർബ് യൂസ് ചെയ്യണം. പിന്നെ യു പോലെയുള്ള ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്യണം. ഐ ലൈക്ക് യു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് യു, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് യു. ഓക്കെ, അപ്പോൾ ഇതിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും പഠിഞ്ഞു, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും പഠിഞ്ഞു. നമുക്ക് മറ്റു എക്സാമ്പിൾ കൂടി ഈ കാര്യത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്ങനെ? ഐ നോ മലയാളം, എനിക്ക് മലയാളം അറിയാം. ഐ നോ, നോ എന്ന് പറയുമ്പോൾ KNOW ആണ്, അത് ക്നോ എന്ന് വായിക്കരുത്, നോ എന്ന് വായിക്കാവൂ. ഐ നോ മലയാളം, എനിക്ക് മലയാളം അറിയാം. അത് നെഗറ്റീവ് എങ്ങനെ പറയാം? ഐ ഡോണ്ട് നോ മലയാളം. ഐ ഡോണ്ട് നോ മലയാളം, എനിക്ക് മലയാളം അറിയില്ല. ഓക്കെ, ഇനി വേറൊരു വാക്യം അതുപോലെ തന്നെ എങ്ങനെ പറയാം? നിങ്ങൾക്ക് പറയാം ഐ ഈറ്റ് ബിരിയാണി. ഈ വാക്യം ഇങ്ങനെയല്ല പറയേണ്ടത്, വേറൊരു രീതിയിലാണ് പറയേണ്ടത്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പഠിച്ചോളൂ. ഐ ഈറ്റ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിക്കുന്നു. ഞാൻ ബിരിയാണി കഴിക്കുന്നു. ഐ ഡോണ്ട് ഈറ്റ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിക്കുന്നില്ല. ഞാൻ ബിരിയാണി കഴിക്കുന്നില്ല. അപ്പം ഇങ്ങനെ നമുക്ക് എത്ര വാക്കുകൾ അറിയാവോ അത് വെച്ചുകൊണ്ട് മുഴുവൻ പ്രസൻറ്റ് സിമ്പിൾ എന്ന ടെൻസിൽ വാക്യം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ വാക്യം പഠിച്ചുള്ളൂ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും. ഈ 4 വാക്യങ്ങൾ വേറെ കിടക്കുകയാണ്, അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ. അതായത് നമുക്ക് ഒരു വാക്യം ഉണ്ടാക്കാൻ പഠിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു വാക്യമല്ല പഠിക്കുക, പകരം നമുക്ക് 6 വാക്യങ്ങൾ പഠിയും. അറിയാലോ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആവുന്നുണ്ടാവും. ലെക്ചർ നോട്ട് മസ്റ്റാക്കി എഴുതി വെക്കണം കേട്ടോ. ഒക്കെ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ പിന്നെയും ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഇംഗ്ലീഷ് തീരെ അറിയാത്തവരെ ഉദ്ദേശിച്ചാണ് ഈ ക്ലാസ് എടുക്കുന്നത് എങ്കിൽ പോലും ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയുന്നവർ എനിക്കിത് അറിയാലോ എന്ന് കരുതിയിട്ട് ഈ ഭാഗം ഉപേക്ഷിക്കരുത്. കാരണം നമ്മൾ ഒരു വീട് പൊളിച്ച് പണിയുമ്പോൾ അതിൻ്റെ അടിത്തറ വരെ പൊളിച്ചുകാണ്ട് രണ്ടാമതും നമ്മൾ പണിഞ്ഞുണ്ടാക്കണം. അല്ലാതെ മേൽക്കൂര മാത്രം തട്ടിക്കാണ്ട് ആ പഴയ ചുമരുമ്പിലല്ല വീണ്ടും പണിഞ്ഞുണ്ടാക്കൽ. എങ്കിലേ ഉറപ്പുള്ള വീടാവുള്ളൂ. ഇവിടെ വീടല്ല പഠിപ്പിക്കേണ്ടത്, ഉറപ്പുള്ള ഭാഷയാവുള്ളൂ. നമ്മൾ ലാംഗ്വേജ് പവർഫുൾ ആവണം. നമ്മൾ ലാംഗ്വേജ് നല്ല പവർഫുൾ ആവണം. മനസ്സിലാവുന്നല്ലേ? ഓക്കെ കേട്ടോ. ഈ ഒരു ശ്രമത്തിൽ നിങ്ങൾ വിജയിക്കണം. നിങ്ങൾ ഒരു പക്ഷേ പല സ്കീമിലും പോയിട്ട് ആ സ്കീമിൻ്റെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് ആ സ്കീമിൽ വിജയം കൈവരിച്ച് വരാൻ കഴിയാത്തത്. നമ്മളെ കുഴപ്പം കൊണ്ടാണ്, നമ്മളെ മനോഭാവം കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഈ ഒരു സ്കീമിലെങ്കിലും നിങ്ങൾ വിജയിച്ച് വരണം എന്നൊരു ആഗ്രഹം കേട്ടോ. കാരണം നല്ല പണി വരുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല ടാസ്ക് ചെയ്യാണ്ടാവും. ആരും പിന്മാറരുത്. ഇന്നലെ ടാസ്ക് തരാം കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഐ ലൈക്ക് യു, നിങ്ങൾ അമ്മയെ ഓർക്കുക, അമ്മയോട് നിങ്ങൾ പറയുന്ന കാര്യം ഓർക്കുക. ഐ ലൈക്ക് യു. ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് ഉമ്മാനോട് നമ്മളാരും പറയാറില്ല. കാരണം അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാവാറില്ല. അങ്ങനെ ഇനി പറയേണ്ടി വന്നാൽ പോലും തൽക്കാലം നമ്മൾ ക്ഷമിച്ച് നിൽക്കുകയാണ് ചെയ്യുക. അതാണ് ഒരു മനുഷ്യന് ഏറ്റവും നല്ലത്. ഓക്കെ, മനസ്സിലായല്ലോ. ഐ ലൈക്ക് യു, ഐ ഡോണ്ട് ലൈക്ക് യു. ഓക്കെ, എൻ്റെ ഉമ്മ മരിച്ചിട്ട് പിന്നെ 22 വർഷമായിട്ടോ. ഓക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നേ വരെ ഐ ഡോണ്ട് ലൈക്ക് യു ഇന്നേ വരെ മീൻസ് എൻ്റെ ഉമ്മ മരിക്കുന്ന വരെ ഞാൻ എൻ്റെ ഉമ്മാനോട് ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു തെളിവ് എനിക്ക് കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ, എൻ്റെ ഉമ്മ മരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ 27-ാം രാവിൻ്റെ അന്ന് പുലർച്ചെ 3 മണിക്കാണ് ഉമ്മ ICUവിൽ കിടന്ന് മരിക്കുന്നത്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഉമ്മാൻ്റെ അടുത്ത്, ഉമ്മാൻ്റെ അരികെ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ള മക്കളൊക്കെ വീട്ടിൽ പോയി വന്നിരുന്നു. കാരണം ഉമ്മാൻ്റെ സ്റ്റേജ് തലേന്ന് ഞങ്ങൾ നോമ്പ് തുറന്നപ്പോഴൊക്കെ ഉമ്മാൻ്റെ സ്റ്റേജ് നല്ല സ്റ്റേജ് ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് 3ാമത്തെ അറ്റാക്ക് വന്നതും ഉമ്മാക്ക് അറ്റാക്ക് അതിജീവിക്കാൻ കഴിയാതിരുന്നതും ഞാൻ തനിച്ചായി പോയി.
അന്ന് ഞാനൊരു പക്ഷേ ഈ അധ്യാപകൻ തന്നെയാണ് അന്ന്. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെ ഉണ്ട്. അത് ഒരു ആത്മബന്ധമാണ്. കാരണം ഉമ്മാനോടുള്ളൊരു ആത്മബന്ധമായിട്ടാണ് എന്നെ തനിച്ചാക്കി. നമ്മൾ ദൈവം എന്നൊക്കെ വിളിക്കുന്ന ശക്തി നമ്മളെ തനിച്ചാക്കി. ആ ഒരു അവസ്ഥ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്ത് എനിക്കറിയില്ല. പക്ഷേ ഞാനത് തരണം ചെയ്തു. ഉമ്മാക്ക് ചെയ്യാനുള്ള അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ എന്താ പറയുക, ചിരിക്കുന്ന ഒരു മുഖത്തോടു കൂടിയാണ് ഉമ്മ വിട പറഞ്ഞത് എന്ന് എനിക്ക് മുഖം കണ്ടപ്പോൾ ശരിക്കും മനസ്സിലായി. കാരണം പിന്നീട് മയ്യത്ത് കാണാൻ വന്ന ആളും പറഞ്ഞു ഉമ്മാൻ്റെ മരണം നല്ല മരണമാണ് കേട്ടോ. ഓക്കെ, എന്തായാലും പിന്നീട് ഒരു 2-3 മാസം എടുത്തു എനിക്ക് ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് റിക്കവർ ആവാൻ. ഉമ്മാക്ക് പലപ്പോഴും ഈ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോക്ക് ഞാൻ മാത്രമായിരുന്നു. കാരണം ഞാനാണ് ആ സമയത്ത് പെട്ടെന്ന് ഓടിയെത്തുക. മറ്റു മക്കളൊക്കെ ഓരോ ജോലിയിലായതുകൊണ്ട് അവർ അപ്പം എത്താൻ കഴിയൂല. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇന്നും എനിക്കൊരു ജ്യേഷ്ഠനും ഉണ്ട്, ഒരു അനിയനും ഉണ്ട്. ജ്യേഷ്ഠൻ റിയൽ എസ്റ്റേറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ഡോക്ടറാണ്, വേറൊരു മകൾ എഞ്ചിനീയറാണ് ബാംഗ്ലൂരിൽ. മൂത്ത മകൾ ഡോക്ടറായിട്ടുള്ള മകൾ മൈസൂരിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ എൻ്റെ അനിയൻ അധ്യാപകനാണ്. ഓക്കെ, ഞങ്ങളെ ബന്ധമൊക്കെ നല്ല അടിയുറച്ച ബന്ധമാണ്. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യാം, ആ സമയത്ത് അങ്ങനെ ആയിപ്പോയി. ഓക്കെ, ഐ ലൈക്ക് യു ഞാൻ പറയും. ഇപ്പം ഇപ്പോഴും എൻ്റെ ഉമ്മാൻ്റെ മുഖം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ഐ ലൈക്ക് യു. എന്നാൽ എനിക്ക് ചില ആൾക്കാരോട് എനിക്ക് ചിലപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് പറയേണ്ടി വരും, ചില ആളുകളോട്. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് യു. യെസ്. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു അധ്യാപകൻ എൻ്റെ അടുത്ത് വരികയാണ്. അപ്പം അയാൾ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അയാൾ പലപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് മീ? കണ്ടോ, ഡു യു ലൈക്ക് മീ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മീ? മനസ്സിലായല്ലോ. ഈ ലൈക്ക് എന്ന് പറയുമ്പോൾ രക്തബന്ധം ഉള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. അവിടെ നിങ്ങൾ ഡു യു ലവ് മീ എന്ന് പറയരുത്, അതിനർത്ഥം വേറെയാണ്. ഡു യു ലൈക്ക് മീ? ഓക്കെ, ഡു യു ലൈക്ക് മീ? അപ്പോൾ നോക്കൂ നിങ്ങൾ, അത് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഡു യു ലൈക്ക് മീ? ഇനി ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഹസ്ബൻഡുമായിട്ട് വഴക്കേണ്ട സമയത്തൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഡു യു ലൈക്ക് മീ? ഡു യു ലൈക്ക് മീ? ഓക്കെ, എന്താണ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഓക്കെ, കണ്ടോ, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഒരു വാക്യം കിട്ടിയാൽ 6 വാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവണം. ദാറ്റ് ഇസ് ലാംഗ്വേജ്, ദാറ്റ് ഇസ് പവർഫുൾ ലാംഗ്വേജ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇനി ഇപ്പോൾ നമ്മൾ 3 വാക്യം പഠിഞ്ഞു. ഇനി വേറൊരു നമുക്ക് ഉദാഹരണം നോക്കാം. എക്സാമ്പിളുകൾ ഇങ്ങനെ എപ്പോഴും മനസ്സിലിട്ട് ചെയ്യണം. എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഐ നോ മലയാളം. എനിക്ക് മലയാളം അറിയാം. ഐ നോ മലയാളം. ഐ ഡോണ്ട് നോ മലയാളം. ഐ ഡോണ്ട് നോ മലയാളം. ഇനി നമ്മൾ ഇതിന് യെസ് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡു ഐ നോ മലയാളം നമ്മളങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ നമ്മളെ ചെവിയിലേക്കും കാലിലേക്കും നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ചെവിയിൽ ചെമ്പരത്തിപ്പൂവുണ്ടോ, കാലിൽ ചങ്ങലയുണ്ടോ? കാരണം ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ അതൊക്കെയാണ്. ഓക്കെ, കാരണം ഡു ഐ നോ മലയാളം അങ്ങനെ ആരെയും ചോദിക്കുമോ? എനിക്ക് മലയാളം അറിയോ? ഈ ചോദിക്കുന്ന ആൾക്ക് ഉറപ്പില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കറിയാം. പക്ഷെ എങ്ങനെ ചോദിക്കാം? ഡു യു നോ മലയാളം? ഡു യു നോ മലയാളം? നിങ്ങൾക്ക് മലയാളം അറിയാമോ? ഡു യു നോ മലയാളം? ഡു യു നോ മലയാളം? ഓക്കെ, അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, ഡു യു ഈറ്റ് ബിരിയാണി? നിങ്ങൾ ബിരിയാണി കഴിക്കുകയാണോ? ഡു യു ഈറ്റ് ബിരിയാണി? നിങ്ങൾ ബിരിയാണി കഴിക്കുകയാണോ? ഡു യു ലൈക്ക് യുവർ മദർ? നിനക്ക് നിൻ്റെ ഉമ്മാനെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് യുവർ ബ്രദർ? നിനക്ക് നിൻ്റെ ബ്രദറിനെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് യുവർ ചൈൽഡ്? നിനക്ക് നിൻ്റെ കുട്ടിയെ ഇഷ്ടമാണോ? കണ്ടോ, എത്ര അടിപൊളി വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കണം, മനസ്സുകൊണ്ട് ഉണ്ടാക്കണം, അതാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് 4ാമത്തെ വാക്കും കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഐ ലൈക്ക് യു, ഐ ഡോണ്ട് ലൈക്ക് യു. തേർഡ് നമ്മളെന്താ പഠിച്ചത്? ഡു യു ലൈക്ക് മീ? മീ എന്ന് പറഞ്ഞാൽ എന്നോട്, എന്നെ ഒക്കെ അർത്ഥം. ഡു യു ലൈക്ക് മീ? ഇനി നമ്മൾ 4th എന്താണ്? ഡോണ്ട് യു. കണ്ട, ഡോണ്ട് യു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡോണ്ട് യു ലൈക്ക് മീ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ഡോണ്ട് യു ലൈക്ക് മീ?
നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ഓക്കെ, ബ്രദറിനോട് പോയി ചോദിക്കാം. ബ്രദർ പലപ്പോഴും നമ്മളെ ഒന്ന് കാണാൻ പോലും നമ്മളെ കല്യാണം കഴിപ്പിച്ച അയച്ച വീട്ടിലേക്ക് വരാറില്ല എങ്കിൽ ഓനെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചോളൂ, ഡോണ്ട് യു ലൈക്ക് മീ? ഡോണ്ട് യു ലൈക്ക് മീ? ഓക്കെ, എന്താ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ഓക്കെ, ഐ ആം യുവർ എൽഡർ സിസ്റ്റർ. ഞാൻ നിൻ്റെ സഹോദരി, ഞാൻ നിൻ്റെ ഏടത്തിയല്ലേ, ചേട്ടത്തിയല്ലേ? ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 4 വാക്കുകൾ പഠിഞ്ഞു. ഇനി അടുത്തൊരു നമുക്ക് എക്സാമ്പിൾ വേറെ നോക്കാം. ഡോണ്ട് യു നോ മലയാളം? നിങ്ങൾക്ക് മലയാളം അറിയൂലേ? നിങ്ങൾക്ക് മലയാളം അറിയില്ലേ? ഡോണ്ട് യു നോ മലയാളം? ഡു യു നോ മലയാളം? മൈക്ക ഓൺ ഓഫ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഡോണ്ട് യു നോ മലയാളം? നിനക്ക് മലയാളം അറിയില്ലേ? ഡു യു നോ മലയാളം? നിനക്ക് മലയാളം അറിയോ? ഡോണ്ട് യു നോ മലയാളം? നിനക്ക് മലയാളം അറിയില്ലേ? ഓക്കെ, ഡോണ്ട് യു നോ ഹിം? നിനക്ക് അയാളെ അറിയൂലേ? നിനക്ക് അയാൾ അറിയില്ലേ? കണ്ടോ, ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ ദൈനംദിനം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ 4 വാക്യം വരെ പഠിച്ചു. 4 വാക്യം വരെ പഠിച്ചു. എങ്ങനെ നോക്കൂ നിങ്ങൾ? ഐ ലൈക്ക് യു, ഐ ഡോണ്ട് ലൈക്ക് യു, ഡു യു ലൈക്ക് മീ, ഡോണ്ട് യു ലൈക്ക് മീ. ഇനി നമ്മൾ 5th അഥവാ 5ാമത്തെ പഠിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരുടെ കാതും കണ്ണും ഇവിടെ തന്നെ വേണം കേട്ടോ. ഓക്കെ, മക്കൾ വല്ലാതെ നിങ്ങൾ അപ്സെറ്റ് ആക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം മക്കളെ നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മായിമാൻ്റെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ട് ക്ലാസ്സിലേക്കുണ്ട് വരും. എന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇതൊക്കെ പഠിക്കുന്നത്. ഓക്കെ കേട്ടോ. യെസ്, ഇനി അല്ല മക്കൾ സമാധാനമായി നമ്മളെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇരുത്തിക്കോളൂ കേട്ടോ. ഓക്കെ, മക്കളെ ദേഷ്യം കയറിക്കാണ്ട് തല്ലുകയോ ചീത്ത പറയുകയോ ചെയ്യരുത് ഈ സമയം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇനി അടുത്തതാണ്, നിങ്ങൾ ബ്രദറിനെ വിളിച്ചു കണ്ട് പറഞ്ഞു, ഡോണ്ട് യു ലൈക്ക് മീ? എടാ എന്താ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? അപ്പോൾ ബ്രദർ ഇങ്ങോട്ട് നിങ്ങളൊരു പൂ ചോദിച്ചപ്പോൾ ബ്രദർ പൂമാല തന്നു എന്ന് പറഞ്ഞ മാരിക്കാണ്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേ ഉള്ളൂ, ബ്രദർ വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ഇട്ടു. എന്താ ക്വസ്റ്റ്യൻ? വൈ ഡു ഐ ലൈക്ക് യു? വൈ ഡു ഐ ലൈക്ക് യു? കാരണം നിങ്ങൾ ബ്രദറായിട്ട് വഴക്കുണ്ടാക്കിയാണ്ടാണ് പോകുന്നേണ്ടത്. നിങ്ങൾ ലാസ്റ്റ് നിങ്ങളെ വീട്ടിൽ പോയി പോകുന്നപ്പോൾ എന്തോ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ നിങ്ങൾ ബ്രദറിനായിട്ട് കുട്ടിക്കാലം മുതൽ അങ്ങനെ തന്നെയാണ്, എന്നും അടിപ്പിടി തൊഴിയൊക്കെ ആയിരുന്നു. ഓക്കെ, നിങ്ങളും കുറയൂല, അവൻ തീരെ കുറയൂല. യെസ്, അപ്പോൾ അവൻ ചോദിക്കുകയാണ്, വൈ ഡു ഐ ലൈക്ക് യു? ഞാൻ എന്തിന് നിന്നെ ഇഷ്ടപ്പെടണം? ഞാൻ എന്തിന് നിന്നെ ഇഷ്ടപ്പെടുന്നു? കാരണം നീ എന്നെ കണ്ടാൽ അന്ന് റഷ്യ യുക്രൈനും കണ്ട മാതിരി കാണാം, അല്ലെങ്കിൽ ഇസ്രായേലും പലസ്തീനും കണ്ട മാതിരി കാണാം. ഞാൻ എന്തിനു നിന്നെ ഇഷ്ടപ്പെടണം? അവൻ തിരിച്ചത് ആണ് പൂ ചോദിച്ചപ്പോൾ പൂമാല കിട്ടിയത് പറഞ്ഞ മാതിരി കാണാം. ഓക്കെ, വൈ ഡു ഐ ലൈക്ക് യു? ഞാൻ എന്തിന് വേണ്ടി നിന്നെ ഇഷ്ടപ്പെടുന്നു? ഓക്കെ, കണ്ടോ, ഇത് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ആണ്. ഇത് ഉണ്ടാക്കൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചോ. അതിന് മുമ്പ് നിങ്ങൾ വൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ ഡു യു നോ മലയാളം? വൈ ഡു യു നോ മലയാളം? നിനക്ക് എന്തിന് മലയാളം അറിയണം? ഇഫ് യു ഗോ ടു ദുബായ്, വൈ ഡു യു നോ മലയാളം? നീ ദുബായിൽ പോവുകയാണെങ്കിൽ നിനക്ക് മലയാളം അറിയേണ്ട ആവശ്യകത എന്താ? മലയാളം അറിയേണ്ടത് കാരണം ദുബായിലത്തെ ലാംഗ്വേജ് എന്ന് പറയും മലയാളം അല്ല. ഓക്കെ, മനസ്സിലായല്ലോ? വൈ ഡു യു നോ മലയാളം? ഓക്കെ, യെസ്. ഓ, വൈ ഡു യു നോ ഇംഗ്ലീഷ്? ഇഫ് യു വർക്ക് ഇൻ യുവർ കിച്ചൺ, നീ നിൻ്റെ വീട്ടിൽ അടുക്കളയിൽ മാത്രം ജോലി ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്തിന് ഇംഗ്ലീഷ് അറിയണം? ആവശ്യമില്ലല്ലോ. കാരണം അടുക്കളയിൽ നമ്മൾ ഉമ്മാനോടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മെമ്പറിനോട് സംസാരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലല്ലോ, അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ? വൈ ഡു യു നോ മലയാളം? വൈ ഡു യു ലൈക്ക് മീ? നീ എന്നെ എന്തിനു ഇഷ്ടപ്പെടണം? വൈ ഡു ഐ ലൈക്ക് യു? ഞാൻ നിന്നെ എന്തിനു ഇഷ്ടപ്പെടണം? ഞാൻ എന്തിനു നിന്നെ ഇഷ്ടപ്പെടുന്നു? ഓക്കെ, വൈ ഡു ഐ കോൾ യു?
ഞാൻ എന്തിനു നിന്നെ വിളിക്കണം? ബിക്കോസ് വി ഹാവ് നോ കണക്ഷൻ ഓർ റിലേഷൻ, ബ്ലഡ് റിലേഷൻ ബിറ്റ്വീൻ അസ്. നമുക്കിടയിൽ രക്തബന്ധം പോലും ഇല്ലല്ലോ. ദെൻ വൈ ഡു ഐ കോൾ യു? ഞാൻ പിന്നെ നിന്നെ എന്തിനു വിളിക്കണം? നിന്നെ എന്തിനു വിളിക്കുന്നു? മനസ്സിലായോ? വൈ ഡു ഐ കോൾ യു? ഇത് എഴുതി വെച്ച് പഠിക്കന്നെ വേണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 5 വാക്യം നമ്മളെ ബിരിയാണിയുമായി ബന്ധപ്പെട്ട് കണ്ട് പറയാം. ഐ ഈറ്റ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിക്കുന്നു. ഐ ഡോണ്ട് ഈറ്റ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിക്കുന്നില്ല. ഡു ഐ ഈറ്റ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിക്കുന്നുണ്ടോ? അതങ്ങനെ ചോദിക്കുന്നത് രസമില്ല. ഡു യു ഈറ്റ് ബിരിയാണി, നീ ബിരിയാണി കഴിക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ആൻഡ് ഡോണ്ട് യു ഈറ്റ് ബിരിയാണി, നീ ബിരിയാണി കഴിക്കുന്നില്ലേ? വൈ ഡു യു ഈറ്റ് ബിരിയാണി, നീ എന്താ ബിരിയാണി കഴിക്കുന്നത്? നിനക്ക് വേറെന്തെങ്കിലും കഴിച്ചൂടെ? വൈ ഡു യു ഈറ്റ് ബിരിയാണി, നീ എന്തിനാ ബിരിയാണി കഴിക്കുന്നത്? ഓക്കെ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. അപ്പോൾ അത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ എല്ലാം ക്ലിയർ ആണോ? ഒന്ന് തമ്പി പ്രശ്നം ആയിക്കോ ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ് എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. യെസ്. അപ്പോൾ ഇതിങ്ങനെ എഴുതി പഠിച്ച ശേഷം പഠിഞ്ഞു എന്ന് കരുതിക്കാണ്ട് വെറുതെ ഇരിക്കരുത്. ഇന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം ഇത് ഡിസ്കസ് ചെയ്യാം. ഈ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഡിസ്കസ്സൊക്കെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം പഠിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ഇംഗ്ലീഷിൽ നിങ്ങളെ മെസ്സേജുകൾ പോലും ഇംഗ്ലീഷിൽ വരട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം. അപ്പോൾ അതൊരു ക്വാളിറ്റിയാണ്. ഓക്കെ. ദെൻ അവസാനത്തെ വാക്യം പറയാൻ പോവുകയാണ്. നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. ഓക്കെ. നിങ്ങളെ ബ്രദറെ വിളിച്ച് ചോദിച്ചു, ഡോണ്ട് യു ലൈക്ക് മീ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ഉടനെ അവൻ അങ്ങോട്ട് പറയാണ്, വൈ ഡോണ്ട് ഐ ഹേറ്റ് യു. കാരണം അവന് നിങ്ങൾ ലാസ്റ്റ് നിങ്ങളെ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് അവനുമായിട്ട് വഴക്കിട്ടാ പോകുന്നൊക്കെയുണ്ട്. പക്ഷെ അവൻ ഒരു നല്ല മനുഷ്യനാണ്. അപ്പം കഴിഞ്ഞ കാര്യം അപ്പം തന്നെ മറക്കും. പിറ്റേ തന്നെ നിങ്ങളെ വിളിക്കും. അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു റോങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചുകാണ്ട് സോറി പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ അവൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വൈ ഡോണ്ട് ഐ ഹേറ്റ് യു? വൈ ഡോണ്ട് ഐ ലൈക്ക് യു? അങ്ങനെ ചോദിക്കാം. വൈ ഡോണ്ട് ഐ ലൈക്ക് യു? നിന്നെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാരണം? അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കൂ. എന്താ കാരണം? ഞാൻ എന്തുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്നില്ല? ഞാൻ എന്തുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്നില്ല? കണ്ടോ? വൈ ഡോണ്ട് ഐ ലൈക്ക് യു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ തമ്മിൽ ഒരു വഴക്കുമില്ല. പക്ഷെ നീ ഇങ്ങോട്ട് വീട്ടിൽ വഴക്കോ തീർന്നെത്തിയാണ് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ പിന്നെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവും. ഓക്കെ. വൈ ഡോണ്ട് ഐ ലൈക്ക് യു? ഞാൻ എന്തുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്നില്ല? വൈ ഡോണ്ട് ഐ നോ ഹിം? ഞാൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ അറിയുന്നില്ല? വൈ ഡോണ്ട് യു ലൈക്ക് ഹിം? നീ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല, എന്താ കാരണം? നീ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല? ഓക്കെ, മനസ്സിലായല്ലോ. വൈ ഡോണ്ട് യു നോ മലയാളം? നിനക്ക് എന്തുകൊണ്ട് മലയാളം അറിയില്ല? വൈ ഡോണ്ട് യു നോ ഇംഗ്ലീഷ്? വൈ ഡോണ്ട് യു നോ ഇംഗ്ലീഷ്? നിനക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ല? കണ്ടോ? ഇതൊക്കെ നമ്മുടെ ദൈനംദിന ലൈഫിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വൈ ഡോണ്ട് യു ലൈക്ക് യുവർ ചൈൽഡ്? നീ എന്താ നിന്റെ കുട്ടിയെ ഇഷ്ടപ്പെടാത്തത്? എപ്പോഴും നീ കുട്ടിയെ ഓൾവേസ് ബീറ്റിംഗ് യുവർ ചിൽഡ്രൻ. നീ എപ്പോഴും നിന്റെ കുട്ടികളെ ഇങ്ങനെ തല്ലി പഠിപ്പിക്കുകയുള്ള. വൈ ഡോണ്ട് യു ലൈക്ക് ദം? നീ എന്താ അവരെ ഇഷ്ടപ്പെടാത്തത്? കണ്ടോ? ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന ഒറിജിനൽ ഇംഗ്ലീഷാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു വാക്യം കിട്ടിയാൽ നിങ്ങൾ മനസ്സുകൊണ്ട് ബാക്കിയുള്ള 5 വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ഇതിന് ലിംഗഫോൺ ടെക്നോളജിയിൽ പറയുന്ന പേരാണ് മൗത്ത് ജിംനാസ്റ്റിക്സ്. സാധാരണ ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ജിമ്മിനൊക്കെ നമ്മളാരും പോകണില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് മെയിൽ മെമ്പർമാർ പോകാറുണ്ടാവും ജിമ്മിന്, അല്ലേ? അപ്പോൾ ജിം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു പ്രാക്ടീസാണ്.
നമ്മളെ ശരീരം സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഭാഷ, നമ്മുടെ ബ്രെയിന്, ഭാഷ സംസാരിക്കണം, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യണം, നമ്മളെ ഈ നമ്മുടെ വായുവുമായിട്ട് ശരിക്കും നല്ല ബന്ധം വേണം. ഓക്കെ, ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് മൗണ്ട് ജിംനാസ്റ്റിക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ വാക്യങ്ങൾ മനസ്സിൽ കരുതുക. അതിന് 5 വാക്യങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് അയക്കണ്ട കേട്ടോ, സമയക്കുറവുകൊണ്ട് ഞാൻ ഇന്ന് ടാസ്ക് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ടാസ്ക് ഉണ്ട്. ടാസ്ക് ഇതാണ്, നിങ്ങൾ ഹോംവർക്കായി ചെയ്യുക. നിങ്ങൾ ഒരാൾക്ക് വേണമെങ്കിൽ എത്ര വാക്യങ്ങളും ഒരാൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു വാക്യം നിങ്ങൾ കണ്ടെത്തിയാൽ അതിൻ്റെ ബാക്കിയുള്ള 5 വാക്യങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ടേ ടൈപ്പ് ചെയ്ത് അയക്കാവൂ. 6 നിർബന്ധമാണ്. എക്സാമ്പിൾ ഇനിയും പറഞ്ഞുതരാം. ഓക്കെ, ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന വാക്യങ്ങൾ മുഴുവൻ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ്. ഒരുപക്ഷെ 1-2 ക്ലാസ്സുകൾ മുഴുവൻ ഈ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നമുക്ക് സമയം ചെലവഴിക്കേണ്ടി വരും. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് അത്രയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഉപയോഗങ്ങൾക്ക്, കൃത്യമായി പറഞ്ഞ 14 തരം സാഹചര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ടെൻസാണ് ഈ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്ന് മനസ്സിലാക്കുക. ആ 14 ഇല്ലെങ്കിലും ഒരു 6 നിങ്ങളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് നല്ല അലോണുണ്ട്. ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉൾക്കൊള്ളുക, പഠിക്കുക. മനസ്സിലായല്ലോ? ഇതൊന്നും എനിക്ക് നേർച്ചാക്കിയതല്ല, ഞാനിതൊന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറരുത്. ആ ഒരു റിക്വസ്റ്റ് മാത്രമേ നിങ്ങളെടുത്തുള്ളൂ. മനസ്സിലായല്ലോ കേട്ടോ? നമ്മുടെ ക്ലാസ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഇൻ മലയാളം. But I would like to make my medium of transaction or communication into English because that is my favorite language. But if I speak or if I study or if I teach my lessons in English now, that will make you someone from you boring or that confusion or complication. So that's why today or recently we are going to take a class completely in English, in Malayalam language as well. Okay, but after 2 or 3 weeks I would like to change my medium, or I would like to just convert my whole class into English. That will make you to speak and understand and aware of English language. Okay, നമുക്ക് അങ്ങനെ മാറണം. കാരണം ഇംഗ്ലീഷ് കുറെ കേട്ടാലേ ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ഇൻപുട്ടോ, സാറ് രാവിലെ പുട്ടുകാരാണ് പറഞ്ഞത്. സാറ് രാവിലെ പുട്ടിയിടുന്ന കാര്യമല്ല പറഞ്ഞത് കേട്ടോ. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും കൂടി എടുത്തുകാണ്ട് അരിപ്പൊടിയും തേങ്ങ ഇട്ടുകാണ്ട് ഫ്ലാറ്റ് ആക്കേണ്ടതല്ല ഇൻപുട്ട് എന്ന് പറയുക. ഇനി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതുമല്ല. ചില ആൾക്കാർ പുട്ടും കൂടി എടുത്തുകാണ്ട് ആവി വന്ന ശേഷം കുത്തിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട്, ഇതുമല്ല. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ തലച്ചോറിനകത്തേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെയോ കാണുന്നതിലൂടെയോ പഞ്ചേന്ദ്രിയങ്ങൾ പറയും. അതിലൂടെ നമ്മൾ കാര്യങ്ങൾ എത്ര കണ്ട് കേൾക്കുന്നുവോ അതേ വായിലൂടെ പുറത്തേക്ക് വരുള്ളൂ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ജന്മനാൽ സംസാരിക്കാൻ കഴിയാത്ത ആൾക്ക് ചെവി കേൾക്കൂല. ജന്മനാൽ സംസാരം കഴിയാത്ത ആൾക്ക് മിക്ക ആളുകൾക്കും ചെവി കേൾക്കില്ലെന്ന്. ചെവി കേൾക്കാത്തതാണ് അവർ സംസാരം കഴിയാത്ത കാരണം ഇൻപുട്ടില്ല. ഇൻപുട്ട് പറഞ്ഞ സാധനമില്ല. അപ്പം ഇൻപുട്ട് ഇല്ലെങ്കിൽ, ഇഫ് ദർ ഈസ് നോ ഇൻപുട്ട് there will not be any output either. എന്താ പറയുക, ഇൻപുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ടും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇംഗ്ലീഷ് കുറേ കേൾക്കുക, മനസ്സിലായില്ലെങ്കിലും കേൾക്കുക. ഓക്കെ, അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ എന്തൊക്കെയോ പിടികിട്ടും. അങ്ങനെയാണ് ഈ ലാംഗ്വേജിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടാസ്കുകൾ ചെയ്യാൻ തയ്യാറായിരിക്കുക. ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഒരുപാട് ഭാഗമൊന്നും പഠിപ്പിക്കൂല, കുറച്ച് ഭാഗങ്ങൾ മതി. കാരണം നിങ്ങളെ കഴിവ് ഇങ്ങനെ വികസിച്ച് വരണം. 1-2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാറ് കുറേ ഭാഗം പഠിപ്പിക്കുന്നുണ്ടെന്ന്. ഓക്കെ, കാരണം അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് ഇതിനനുസരിച്ച് പരുവപ്പെട്ട് വന്നിട്ടുണ്ടാവും. മനസ്സിലായില്ലേ കേട്ടോ? അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ടാസ്ക് തരുന്ന ഇതാണ്. നിങ്ങൾക്ക് എത്ര വാക്യങ്ങൾ വേണമെങ്കിലും ഈ രീതിയിൽ ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്,
അതൊരു ഒരു 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 ടാസ്ക്കാണ്. അതിൻ്റെ ബാക്കിയുള്ള 5 വാക്കുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഒരാൾ ഇപ്പം തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ റജീന സമീർ. റജീന, താങ്ക് യു. നിങ്ങളെപ്പോലെയൊക്കെയുള്ള ട്രെയിനീസിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ കേട്ടോ. ഇനിയും എല്ലാവരും ഇതിൽ നമ്മൾ അറിവുള്ളവർ അറിയാത്തവർ അങ്ങനത്തെ ഗ്രൂപ്പേ ഇല്ല. നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. ഇനി കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. I get up early in the morning. I don't get up early in the morning. Do you get up early in the morning? നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? Don't you get up early in the morning? നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറില്ല എൻ്റെ ബിളേ ഇംഗ്ലീഷിൽ കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെ ഉണ്ടാക്കണ്ട, വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ ബിളേ എന്നൊക്കെ പറയാൻ വേണ്ടി ഇംഗ്ലീഷ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി why don't you get up early in the morning? Why do you get up early in the morning? നീ എന്തിനാ അതിരാവിലെ എഴുന്നേൽക്കുന്നേ? Why don't you get up early in the morning? നീ എന്താ അതിരാവിലെ എഴുന്നേൽക്കാത്തത്? കണ്ടോ, 2 ക്വസ്റ്റ്യൻസാണ്. ഈ സ്റ്റൈലിൽ ഒന്ന് പഠിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞു, ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഷ, ഈ ഒരു ലാംഗ്വേജ് നിങ്ങളെ വിളിപ്പുറത്ത് കിട്ടും. നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ബ്രില്യൻ്റ് ആവും. ഐ ആം ഡാം ആൻഡ് ഷുവർ അബൌട്ട് ഇറ്റ്. എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ. കഴിഞ്ഞ ഒരുപാട് കൊല്ലങ്ങളായി ഈ ഒരു ഫീൽഡിൽ റിസർച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിപ്പിക്കാൻ ഒരുങ്ങുന്നു. പുതിയ സിലബസ് ഉണ്ടാക്കുന്നു. മനസ്സിലായല്ലോ കേട്ടോ. ഓക്കെ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പം ക്ലാസ് എടുക്കുന്നത് CFL ലാമ്പിൻ്റെ വെളിച്ചത്തിലാണെങ്കിലും LED ബൾബിൻ്റെ വെളിച്ചത്തിലാണെങ്കിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യമൊക്കെ പറഞ്ഞു തരേണ്ടത്. നിങ്ങൾ വിജയിക്കും, ഉറപ്പാണ്. പക്ഷേ നിഷ്കളങ്കമായ മനസ്സ്, തുറന്ന മനസ്സ് വേണം. ഓക്കെ, അപ്പം എല്ലാവരും ഇന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ കഴിയുന്ന അത്രയും വാക്യങ്ങൾ. പക്ഷേ കണ്ടീഷൻ മറക്കരുത്. ഒരു വാക്യം കിട്ടിയാൽ അതിൻ്റെ ബാക്കിയുള്ള 5 ടോട്ടൽ 6 വരിക അല്ലേ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. ഇത്രയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് അയച്ചോളൂ. നിങ്ങൾ അയക്കുന്ന സമയത്ത് തന്നെ റെസ്പോൺസ് ചെയ്തില്ല എങ്കിലൊന്നും വിചാരിക്കരുത്. കാരണം നിങ്ങൾ അയക്കുന്ന സമയത്ത് ഞാൻ വല്ല സ്റ്റുഡിയോയിലും നിങ്ങളുടെ ID കാർഡിൻ്റെ വർക്കിലോ മറ്റൊക്കെ ആയിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അയക്കാൻ വേണ്ടി നമ്മുടെ പയ്യന്മാരെ കൂടെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് എനിക്ക് എല്ലാവർക്കും റീപ്ലൈ എന്തായാലും ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ കാണും, റീപ്ലൈ തന്നിരിക്കും കേട്ടോ. സഡൻ റീപ്ലൈ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ ഇത് അയക്കേണ്ട സമയത്ത് ഞാൻ മാദിന സ്കൂളിൽ CBSE +2 ക്ലാസ് എടുക്കും. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. പരാജയപ്പെടരുത്. പടച്ചമ്പുരാനായിട്ട്, ഈശ്വരനായിട്ട് നമുക്ക് തന്ന ഒരു ചാൻസാണിത്. ഈ ചാൻസ് ദൈവം നമുക്ക് നൽകിയ ചാൻസാണ്. ദൈവം എല്ലായ്പ്പോഴും ഇങ്ങനെ ചാൻസുകൾ നൽകണം എന്നില്ല. ചിലപ്പോൾ ദൈവം ഓരോ പിടിവള്ളിയിട്ട് തരും. ഞാൻ എല്ലാ മതങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ദൈവം ചില പിടിവള്ളിയിട്ട് തരും. ആ പിടിവള്ളിയിൽ പിടിച്ചുകൊണ്ട് നമ്മൾ പോരാടണം, വിജയിക്കാൻ ശ്രമിക്കണം. അങ്ങനത്തെ ആളുകളെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഖുർആൻ വായിച്ചാലും ബൈബിള് വായിച്ചാലും ഗീത പാരായണം ചെയ്താലൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനുള്ള ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾക്ക് ആ മഹാഗ്രന്ഥങ്ങളിൽ നിന്നും ആ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും കണ്ടെത്താൻ കഴിയും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയിൽ നമ്മളൊരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് വന്നവരാണ് അല്ലേ? ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നതും. ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങളെപ്പോലെയുള്ള ഇത്തരം കോഴ്സ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒരുപാട് ടാസ്കൊന്നും നിങ്ങൾക്ക് തരുന്നില്ല, വിജയിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പറിൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇനി അറിയാത്തവർ ജസ്റ്റ് ഒന്ന് പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ അറിയണം കേട്ടോ. നിങ്ങളുടെ വാട്സപ്പിൽ നോക്കിയാൽ മതി, കിട്ടും. ഞാനിന്ന് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ മറ്റൊക്കെ അയച്ചിരിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറിലാണ്. ആ നമ്പറാണ് എൻ്റെ വാട്സപ്പ് നമ്പർ, അതിൽ അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രയത്നിക്കുക, പരമാവധി കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കുക. നമുക്ക് ഇതിൽ വിജയിച്ചേ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ കുടുംബത്തിൻ്റെ എന്താ പറയുക, ആ കുടുംബത്തിൻ്റെ ആ ഒരു ബ്രെഡ് വിന്നറായിട്ട് നമുക്കൊരു പങ്ക് വഹിക്കാനുണ്ട്. അതിലേക്ക് മാറിയേ പറ്റൂ. മനസ്സിലായല്ലോ? ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ ക്ലാസ് ഇരിക്കുമ്പോൾ പോലും നീയൊക്കെ ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്താവാനാ എന്ന രീതിയിൽ നമ്മളെ പരിഹസിക്കുന്ന, അറിവില്ലാത്തത് കൊണ്ട് നമ്മളോട് ഇഷ്ടമൊക്കെ ഉണ്ട്, എന്നാലും നമ്മളെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ പോലും അറിവില്ലാത്തത് കൊണ്ട് നമ്മളെ പരിഹസിക്കുന്ന ആളുകൾ നമ്മളെ കുടുംബങ്ങൾ തന്നെ ഉണ്ടാവും. അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഫസ്റ്റ് സാലറി കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അവരെ കണ്ണ് നിറയുന്നത് കാണാൻ കഴിയും. ഇത് യാഥാർത്ഥ്യമാണ് കേട്ടോ, ഞാൻ വെറുതെ തള്ളുകയല്ല. അവരെ കണ്ണ് നിറഞ്ഞ് കാണാൻ കഴിയും. ആ സമയത്ത് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, കരയും നമുക്ക് വേണ്ടി. ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര എഫക്റ്റാണ്. ഈ ആത്മാർത്ഥമായി കണ്ണ് കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അതും പ്രായമുള്ള നമ്മുടെ രക്ഷിതാക്കളാണെങ്കിൽ പിന്നെ എപ്പോൾ അതിൻ്റെ പ്രതിഫലം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, സോ എല്ലാവരും നന്നായി പ്രയത്നിക്കുക, നന്നായി പഠിക്കുക. ദാറ്റ്സ് ഓൾ ഫ്രം ദ ടൈം ബീയിങ്. ഞാൻ ഇന്ന് ക്ലാസ് ഇവിടെ വാങ്ങാണ് കേട്ടോ. നമുക്ക് 1.5 മാക്സിമം ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യും. ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ എന്തുകൊണ്ടായിരുന്നു വിചാരിക്കരുത്. കാരണം ഒരുപാട് ക്ലാസ്സുകൾ നമുക്കിങ്ങനെ എടുത്ത് പോകാനുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഞാൻ ലിസ്റ്റ് അയച്ചിരുന്നു. അത്രയും പേരുടെ ID കാർഡ് അയച്ചിട്ടുണ്ട്. അതിൽ 2 ആൾക്കാർ ID കാർഡ് ഞാൻ അയച്ചിട്ടില്ല. കാരണം ID കാർഡിൽ പ്രിൻറ്റിങ്ങിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കവറിൽ നിങ്ങൾ അഡ്രസ്സൊക്കെ ശേഷമാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇനി അത് ഞാൻ വീണ്ടും പ്രിൻ്റ് ചെയ്ത് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അത് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കും. ഓക്കെ കേട്ടോ, യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 1 വിട വാങ്ങുകയാണ്. ടാസ്കുകൾ എല്ലാവരും ചെയ്യാം, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മുമ്പിൽ വലിയൊരു വിജയം തന്നെ നമുക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലും ഫീലിംഗ് വരികയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന, ലോകം കണ്ട ഏറ്റവും മികച്ച പ്രസിഡന്റ്, അതും അമേരിക്കയുടെ ഏറ്റവും മികച്ച പ്രസിഡന്റായ അബ്രഹാം ലിങ്കണെ ഓർക്കുക. 8 പ്രാവശ്യം ജീവിതത്തിൽ പരാജയപ്പെട്ട് 9ാമത്തെ പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡന്റായി മാറി ലോക ചരിത്രത്തെ പോലും തിരുത്തി കുറിച്ച എന്താ പറയുക, ലോകത്തെ അടിമത്വത്തെ ഇല്ലായ്മ ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റായ അബ്രഹാം ലിങ്കണെ കുറിച്ച് ഓർത്താൽ മതി, നമ്മുടെ ടെൻഷനൊക്കെ മാറും. അബ്രഹാം ലിങ്കന്റെ കഥ നമുക്ക് അടുത്ത ക്ലാസ് പറയാം കേട്ടോ. ഇപ്പം അബ്രഹാം ലിങ്കണെ കുറിച്ച് അറിയാത്തവർ കുറേ ഉണ്ടാവും. നമ്മുടെ അയൽവാസിയായിട്ടുള്ള എന്താ പറയുക, ഇബ്രാഹിം കാക്കാന്റെ കഥയല്ല ഞാൻ പറഞ്ഞത്, അബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ കഥ നമുക്ക് ആ ക്ലാസ് പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദ ടൈം ബീയിങ്. സോ ഐ ഷുഡ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. So today I think all of you satisfied with my class. So thank you very much once again. Good night with the sweet dreams. Leave it all.